എല്ലാവർക്കും നമസ്കാരം. ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ നവരാത്രി വ്രതത്തിനെക്കുറിച്ചും നവരാത്രി ആരംഭത്തെക്കുറിച്ചൊക്കെ. അന്നേരം എനിക്ക് തോന്നി കുറച്ചുകൂടി നിങ്ങളോട് ഷെയർ ചെയ്താൽ കൊള്ളാമെന്ന്, കുറച്ച് കാര്യങ്ങളും കൂടെ. അങ്ങനെയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ പൂജ വെക്കേണ്ടതിനെക്കുറിച്ചും ഒക്കെ. 2-ാം തീയതി വൈകുന്നേരമാണ് നമ്മൾ പൂജ വയ്ക്കുന്നത്. കാരണം അഷ്ടമിയുള്ള സമയത്താണ് പൂജ വയ്ക്കുന്നത്. സൂര്യനെ അസ്തമിച്ച് കഴിഞ്ഞ് ഉടനെ ഒന്നും സന്ധ്യ കഴിയത്തില്ല. സന്ധ്യയ്ക്ക് അഷ്ടമിയുള്ളപ്പോഴാണ് നമ്മൾ പൂജ വയ്ക്കുന്നത്. 6:15 അസ്തമിക്കെങ്കിലും ഒരു 6:46 വരെ സപ്തമിയാണ്. അപ്പം നമ്മൾ വെക്കുകയില്ല. അത് കഴിഞ്ഞ് അഷ്ടമി തുടങ്ങുന്നത് 6:47 6:47 തൊട്ട് ഒരു 1 മണിക്കൂറോളം നമുക്ക് വെക്കാനുള്ള സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ പൂജ വെക്കണം. നിങ്ങൾ മേലൊക്കെ കഴുകി ശുദ്ധമായിട്ട് വന്ന് നിങ്ങളുടെ പുസ്തകങ്ങൾ എല്ലാം, പെൻസില്, പേന എല്ലാം എടുത്ത് ഒരു കടലാസിൽ പൊതിഞ്ഞ് കെട്ടി വിളക്കൊക്കെ കൊളുത്തി അവിടെ ഒന്നുകിൽ ഒരു പീഠത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പലകയിലോ സ്റ്റൂളിലോ അതുമല്ലെങ്കിൽ ശുദ്ധമായ ഒരു തുണി വിളക്ക് കത്തിക്കുന്നത്, നിങ്ങൾ എവിടാണോ നിങ്ങൾ വിളക്ക് കത്തിക്കുന്നത് ആ പൂജാമുറിയിൽ വെക്കാം. അതല്ല ചിലർ ക്ഷേത്രങ്ങളിൽ കൊണ്ടുവെക്കുന്നവരും ഉണ്ട്, അങ്ങനെയും ആകാം. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നമുക്ക് അതിനൊന്നും പറ്റുന്നില്ല, അമ്പലത്തിലൊന്നും പോകാൻ പറ്റുന്നില്ല, നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്ത് നമുക്കിത് സന്ധ്യയ്ക്ക് വെളുത്ത അല്ലെ ശുദ്ധമായ ഒരു വസ്ത്രം വിരിച്ച് അതിൻ്റെ പുറത്ത് ഈ പുസ്തകങ്ങൾ വെക്കാം. പുസ്തകങ്ങളും പേനയും പെൻസിലും ഒക്കെ വൃത്തിയായി പൊതിഞ്ഞ് കെട്ടി ഇവിടെ വെക്കണം. പിന്നെ സംഗീതം അഭ്യസിക്കുന്നവർ അവരുടെ സംഗീതത്തിൻ്റെ പുസ്തകം, വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നവർ വാദ്യോപകരണങ്ങളുണ്ടെങ്കിൽ അത് വെക്കാം. അതെല്ലാം ഈ പൂജാമുറിയിൽ വെച്ച് സരസ്വതി ദേവിയെ സ്തുതിച്ച് ഒരു പുഷ്പങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പുഷ്പവും ആ പുസ്തകത്തിൻ്റെ പുറത്ത് സമർപ്പിച്ച് സരസ്വതി നമസ്തുഭ്യം അങ്ങനെയുള്ള കീർത്തനങ്ങൾ എന്തെങ്കിലും പാടാം. അങ്ങനെ ഈ വിദ്യാരംഭത്തിൻ്റെ അന്ന് വരെ ആ പുസ്തകം ആദ്യത്തെ ദിവസം അഷ്ടമിക്ക് അവിടെ വെക്കുന്നു, നവമിക്ക് അതവിടെ ഇരിക്കുകയാണ് ആ പുസ്തകങ്ങൾ. ദശമിയുടെ അന്ന്, വിജയദശമിയുടെ അന്നാണ് നമ്മൾ പുസ്തകം എടുക്കുന്നത്, വിദ്യാരംഭം കുറിക്കുന്നത്. അപ്പോൾ ആ 3 ദിവസവും രാവിലെയും വൈകുന്നേരവും കുളിച്ച് വന്ന് നിങ്ങൾ ആ പുസ്തകത്തിൻ്റെ പൂജ വെച്ചിരിക്കുന്ന പുസ്തകത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും പുഷ്പം ഉണ്ടെങ്കിൽ അർപ്പിക്കാം. അതല്ലെങ്കിൽ നമുക്ക് പുഷ്പങ്ങൾ വെക്കുന്നതായിട്ട് സങ്കല്പിച്ച് മാനസപൂജയും നടത്താം. മാനസപൂജ നടത്തിയാൽ അതും ദേവിക്ക് സ്വീകാര്യമാണ്. ഭഗവാൻ ഒന്നും നിർദ്ദേശിക്കുന്നില്ല. ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഒരു ഇലയോ പുഷ്പമോ അല്പം ജലമോ എന്തായാലും ഭഗവാന് സമർപ്പിച്ചാൽ അത് ഭഗവാൻ സ്വീകരിക്കും. നമ്മളെ എങ്ങനെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്, എന്ത് സമർപ്പിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ സമർപ്പിക്കും. നമ്മൾ ഭക്തിയോടെയും ശ്രദ്ധയോടെയും അത് ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ അത് ഭഗവാൻ തീർച്ചയായിട്ടും സ്വീകരിക്കും എന്നാണ് പറയുന്നത്. എഴുത്തിനിരുന്നവരാണെങ്കിലും ശരി, നമ്മൾ ഈ വിദ്യാരംഭത്തിൻ്റെ അന്ന് നമ്മൾ വീണ്ടും എഴുതണം. കാരണം ഹരി ശ്രീ ഗണപതയെ നമഃ എന്നാണ് നമ്മൾ ആദ്യം നാവിലെഴുതിയതല്ലേ. നമ്മുടെ നാവിൽ ഗുരുക്കന്മാരോ അച്ഛനോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ തിരുമേനിയോ അങ്ങനെയുള്ള മഹത് വ്യക്തികൾ ആരെങ്കിലും നിങ്ങളുടെ നാക്കയിലൊക്കെ ആദ്യം അക്ഷരം കുറിച്ചത് എങ്ങനെയാണ്? മോതിരം കൊണ്ട് അക്ഷരം കുറിച്ചു ഹരിശ്രീ ഗണപതയെ നമഃ എന്നെഴുതിച്ചിട്ട് പിന്നീട് അക്ഷരങ്ങൾ എഴുതിക്കുകയല്ലേ. അതുപോലെ എല്ലാ വർഷവും ആ ഹരിയെ ശ്രീയെ, ഹരിയാകുന്ന ഭഗവാനെയും ശ്രീയാകുന്ന ലക്ഷ്മിയെയും നമ്മൾ വീണ്ടും സ്മരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഹരിശ്രീ ഗണപതയെ നമഃ എന്നെഴുതി വേണം തുടങ്ങാൻ. എന്നിട്ട് വേണം അക്ഷരങ്ങളെല്ലാം എഴുതാൻ. എല്ലാ വർഷവും നമ്മൾ അങ്ങനെ ചെയ്യണം. നമ്മൾ ഞാൻ വിദ്യാരംഭം എൻ്റെ കഴിഞ്ഞതാ എന്ന് വെച്ച് നമ്മൾ എഴുതാതിരിക്കേണ്ട. എല്ലാവർക്കും, ഞങ്ങളൊക്കെ പോലും ഇപ്പോഴും എഴുതുന്നുണ്ട്. കാരണം നമ്മളൊക്കെ എന്നും ഓർക്കണം, നമ്മൾ ആദ്യം വിദ്യ കുറിച്ചതല്ലേ ആ ദേവിയെ, സരസ്വതി ദേവിയെ, ആ വിദ്യാദേവിയെ സ്മരിക്കണം എല്ലാ വർഷവും. ഹരിയാകുന്ന ഭഗവാനും ശ്രീയാകുന്ന ലക്ഷ്മിയും നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് മനഃശക്തിയും വാക്ശക്തിയും എല്ലാം ഉണ്ടാകും. അപ്പോൾ അവരുടെ സാന്നിധ്യം എപ്പോഴും നമുക്കുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നല്ല വാക്കുകളും നല്ല പ്രവർത്തികളും ചെയ്യാനായിട്ട് നമ്മൾ ദേവിയോട് പ്രാർത്ഥിക്കണം. നമ്മുടെ മനസ്സുകൊണ്ടും നമ്മൾ സംസാരിക്കുന്ന വാക്ക് തെറ്റിപ്പോയാൽ തീർന്നില്ലേ. അങ്ങനെ വാക്ശുദ്ധിയും മനഃശുദ്ധിയും എല്ലാം ഉണ്ടാകാനായിട്ട് നമ്മൾക്ക് ദേവിയോട് പ്രാർത്ഥിക്കണം. ഈ സമയത്ത് നമ്മൾ അത് എല്ലാ ദിവസവും നമ്മൾ അത് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതം തകരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം വേണം. അതിനൊക്കെ കൂടിയാണ് നമ്മൾ ഹരിശ്രീ ഗണപതയെ നമഃ എന്ന ആ മന്ത്രം ജപിക്കുന്നതും എഴുതുന്നതും. ആ ഹരിയും ശ്രീയും നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല, നമുക്ക് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് പറയുന്നത്.
വിദ്യയുടെ അധിപതിയായ ആ സരസ്വതി ദേവിയെ നമ്മൾ എല്ലാ വർഷവും പൂജിക്കുന്നു, ആരാധിക്കുന്നു. ഒരിക്കൽ ദേവന്മാരുടെ മുമ്പിൽ ദേവി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ദേവി അന്ന് ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം ഒരു അസുരനെ വധിക്കുകയുണ്ടായി. അത് വിജയദശമി ദിവസമാണ്. അതുകൊണ്ടാണ് അന്ന് വിജയദശമിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ദശമി ദിവസമാണ് അസുരനെ വധിച്ചത്. അപ്പോൾ വിജയത്തിൻ്റെ ഒരു ഓർമ്മയായിട്ടും കൂടിയാണ് വിജയദശമിയായി നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആസുരിക ശക്തിയെ, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദോഷങ്ങളെയും ഇതുപോലെ പോകാൻ വേണ്ടി ആ ദേവിയോട് പ്രാർത്ഥിക്കണം നമ്മൾ. എന്നിട്ട് നമുക്ക് നല്ല ബുദ്ധി തോന്നിക്കാൻ പ്രാർത്ഥിച്ചൊക്കെ നമുക്ക് വിജയദശമിയുടെ അന്ന് വിദ്യാരംഭം കുറിക്കുമ്പോൾ നമ്മൾ അതും ചെയ്യണം. അങ്ങനെ ഒരു ദിവസവും നമ്മളതുപോലെ വിദ്യാഗോപാല മന്ത്രമോ ദിവസവും ഗായത്രി മന്ത്രം പൂജാമുറിയിലിരുന്ന് നമ്മൾ ജപിക്കുന്നത് നമുക്ക് നല്ലതാണ്. നമ്മുടെ മനസ്സിൻ്റെ ശക്തിക്കും ഉണർവിനും എല്ലാം അത് വളരെ പ്രയോജനപ്പെടും. നിങ്ങളെല്ലാവരും ദിവസവും ഗായത്രി മന്ത്രം സന്ധ്യാസമയത്ത് രാവിലെയോ എപ്പോഴാണ് നിങ്ങൾക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ജപിക്കാൻ മറക്കുകയേ അരുത്. അതുപോലെ ആയുധപൂജ ഉണ്ട്. നിങ്ങൾക്കറിയാം ആയുധപൂജയുണ്ട്. നമ്മൾ വർക്ക്ഷോപ്പൊക്കെ കണ്ടിട്ടില്ലേ? നിങ്ങൾ വർക്ക്ഷോപ്പിലൊക്കെ മൈക്കൊക്കെ വെച്ച് നിറച്ച് ലൈറ്റൊക്കെ ഇട്ട് ദേവിയുടെ പടമൊക്കെ വെച്ച്, കാരണം അവരുപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ അവർ പൂജ വെക്കും. അവരും ഇതുപോലെ വിദ്യാരംഭത്തിൻ്റെ അന്ന് അതെടുക്കുന്നത്. അവരുടെ ആയുധം, നിങ്ങൾ പുസ്തകം വെക്കുന്ന പോലെയാണ് അവർ ആയുധം വെക്കുന്നത്. നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത് ആ സാധനമാണ് നമ്മളവിടെ വെക്കുന്നത്, ആ വസ്തു ആണ് നമ്മൾ വെക്കുന്നത്. അങ്ങനെ കാറൊക്കെയുള്ള വർക്ക്ഷോപ്പുകാരെല്ലാം അവരുടെ ആ ഉപകരണങ്ങളൊക്കെ അവിടെ പൂജയ്ക്ക് വെക്കാറുണ്ട്. എന്നിട്ട് അന്ന് വിദ്യാരംഭത്തിൻ്റെ അന്ന് അവരും അതൊക്കെ എടുത്ത് പൂജിച്ച് വെക്കുന്നത് കണ്ടിട്ടില്ലേ? വഴിയിലൊക്കെ നിറച്ച് ലൈറ്റൊക്കെ ഇട്ട് ഈ വർക്ക്ഷോപ്പൊക്കെ നല്ലോണം അലങ്കരിക്കും അവർ. എന്നിട്ട് പാട്ടുമൊക്കെ വെച്ച്, ഇനിയും ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് കാണാതെ. അപ്പോൾ ഒരു ചെറിയ കഥ കൂടെ പറയാം. രംഭൻ എന്ന ഒരു അസുരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ മഹിഷന് ഒരു ശാപം കൊണ്ട് പോത്തിൻ്റെ തലയാകിട്ടിരിക്കുന്നത്. മഹിഷനെ ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് പറഞ്ഞു, എന്നെ ഒരു സ്ത്രീയെ കൊല്ലാവുള്ളൂ, വേറെ ആരും എന്നെ കൊല്ലാൻ ഇടവരരുത്, എനിക്ക് മരണം സംഭവിക്കരുത്, ഒരു സ്ത്രീയെ കൊണ്ട്. അപ്പം രംഭം ഈ മഹിഷൻ വിചാരിച്ച എന്താണെന്നറിയാം, സ്ത്രീയാകുമ്പോൾ ദുർബലയല്ലേ, സ്ത്രീക്ക് വലിയ ശക്തിയൊന്നും കാണത്തില്ല, അപ്പോൾ എനിക്ക് മരണം ഉണ്ടാകത്തില്ലല്ലോ. ആദ്യം ബ്രഹ്മാവിനോട് എനിക്ക് മരണം ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, മരണം ഉണ്ടാകാതിരിക്കാനൊക്കത്തില്ല, മരണം എന്തായാലും ഉണ്ടാകും, അത് അനിവാര്യമായ ഒന്നാണ്, അത് മാറ്റി വെക്കാനൊക്കെ. എന്നാൽ മഹിഷൻ പറഞ്ഞു, എനിക്ക് ഒരു സ്ത്രീയെ എന്നെ കൊല്ലാൻ പാടുള്ളൂ, അല്ലാതെ വേറെ ആർക്കും എന്നെ കൊല്ലാൻ കഴിയുന്നു. ബ്രഹ്മാവ് സമ്മതിച്ചു. അപ്പോഴാ വിചാരിച്ചത്, ഒരു സ്ത്രീയെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഈ മഹിഷനാണേ ഭയങ്കര ശക്തിയാണേ, ഒരു പോത്തിൻ്റെ തലയൊക്കെയാണ്. ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ തന്നെ ഒരു സ്ത്രീയെ ഇങ്ങനെ പിടിക്കാൻ, കൈയുടെ ഈ ഉള്ളം കൈക്കകത്ത് ഇങ്ങനെ പിടിക്കാൻ ഉണ്ട്, അത്രയ്ക്ക് വലിയ ശക്തിമാനാണ്. അപ്പോൾ എന്നെ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഈ മഹിഷൻ വിചാരിച്ചത്. മഹിഷൻ അതുകൊണ്ട് അഹങ്കരിച്ച് നടന്നു. സകലരെയും അവൻ ഉപദ്രവിച്ച്, ദേവലോകത്തും ഭൂമിയിലുള്ളവരെയും മഹർഷിമാരെയും എല്ലാം ഉപദ്രവിച്ച് അവൻ്റെ ശല്യം സഹിക്കവയ്യാതായി. ഇത് ത്രിമൂർത്തികളും അറിഞ്ഞു. ത്രിമൂർത്തികൾ വിചാരിച്ചു, എന്തെങ്കിലും ചെയ്യണ്ടേ, ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, ഇവനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് വിചാരിച്ച് അവരുടെ ആ ശക്തി കൊണ്ട്, അവരുടെ തേജസ് കൊണ്ട് അവർ ഒരു സ്ത്രീരൂപം സൃഷ്ടിച്ചു, അംബികാദേവിയെ സൃഷ്ടിച്ച് ഈ മഹിഷനെ കൊല്ലാനായിട്ട് ദേവി ദുർഗാദേവിയുടെ രൂപം സ്വീകരിച്ചു. മഹിഷനെ ദേവിയുടെ സൗന്ദര്യം കണ്ട് മോഹിച്ചിട്ട് പറഞ്ഞു, എന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു ചെന്നു. ദേവി അങ്ങോട്ട് കോപാകുലിയായിട്ട് വളരെ ദേഷ്യത്തോടെ അവൻ്റെ നേരെ ചെന്നു. ശൂലവും വാളും എല്ലാം ഉണ്ട്. കണ്ടിട്ടില്ലേ ദേവിയുടെ ആ ഭയാനകമായ രൂപം? ആ രൂപത്തിലങ്ങോട്ട് ചെന്നു അവനുമായിട്ട് യുദ്ധം ചെയ്തു. 9 രാത്രി അവനോട് യുദ്ധം ചെയ്തു. എന്നിട്ടാണ് അവനെ പരാജയപ്പെടുത്താൻ ദേവിക്ക് കഴിഞ്ഞത്. അത്ര ശക്തനായിരുന്നു അവൻ. 9 രാത്രി യുദ്ധം ചെയ്തു. 10ാമത്തെ ദിവസം അവനെ ദേവിക്ക് കൊല്ലാൻ സാധിച്ചു. അങ്ങനെ ആ ദേവി മഹിഷനെ കൊന്ന ദിവസവുമാണ് വിജയദശമി. അങ്ങനെ തിന്മയുടെ മേൽ നന്മയുടെ അവതാരമായിരുന്നു അത്. അങ്ങനെയും വിജയദശമിയായിട്ട് വിജയം കൈവരിച്ചോടെ അല്ലേ, ആ ദുഷ്ടശക്തിയെ കൊന്ന് വിജയം കൈവരിച്ചു. നന്മ ഉണ്ടായ ദിവസവും കൂടിയാണ് വിജയദശമി. അപ്പം നമ്മുടെ ഉള്ളിലും അതുപോലെ ഒരുപാട് ദുഷ്ടജന്തുക്കളുണ്ട്. നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, വേണ്ടാത്തതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം പോയി നമ്മുടെ മനസ്സ് ശുദ്ധമാകാനും കൂടിയാണ് നമ്മൾ ഈ പൂജയ്ക്ക് നമ്മൾ ദേവിയോട് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള ദുഷ്ടവിചാരങ്ങളും ദുഷ്ടമായ വാക്കുകളും ഒന്നും ഉണ്ടാകരുതേ, എന്നെ അനുഗ്രഹിക്കണേ എന്ന് നമ്മൾ ദേവിയോട് പ്രാർത്ഥിക്കണം. അങ്ങനെ
എങ്കിൽ ഈ വർഷം എല്ലാവരും വിദ്യാരംഭത്തിൽ എഴുതുകയും നിങ്ങളുടെ അക്ഷരങ്ങളെല്ലാം എഴുതി, നിങ്ങൾക്ക് കൊച്ചുകുട്ടികളല്ലേ, കൊച്ചുകുട്ടികൾക്ക് വേണമെങ്കിൽ അമ്മമാർ പരന്ന ഒരു തട്ടത്തിൽ അരി വെച്ചിട്ട്, ഏതരി ആയാലും മതി, നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരി എന്തായാലും ഏതെങ്കിലും ഒരു അരി അവിടെ നിരത്തി ആ അരിയിൽ നിങ്ങൾ ഹരിശ്രീ ഗണപതിയെ നമഃ എന്ന് തുടങ്ങി ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം എഴുതണം. നമുക്ക് പുതിയ എല്ലാ വർഷവും നമ്മൾ ആ ഓർമ്മ ഒന്ന് പുതുക്കുക. നമ്മുടെ അക്ഷരങ്ങൾ ആദ്യം എഴുതിയില്ലേ, നമ്മളെ ഓർമ്മ പുതുക്കി ആ ഉണർവും ഉന്മേഷവും ഊർജ്ജവും ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടാൻ ദേവിയോട് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദേവി അനുഗ്രഹിക്കും. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകും. ഇനിയും വീണ്ടും ഒരു കഥയുമായി മുത്തശ്ശി വരുന്നതായിരിക്കും. എല്ലാവർക്കും നവരാത്രി ആശംസകൾ.